നമ്മുടെ തലമുറ നാളത്തെ ഒരനുഗ്രഹം തന്നെ. അഭിഷേകമുള്ള ഒരു തലമുറയുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു തലമുറയുണ്ടെങ്കിൽ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു തലമുറയുണ്ടെങ്കിൽ അവരേറ്റവും അനുഗ്രഹമാണ്. നമുക്കിന്ന് പകൽ ദൈവമാകെ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ബിനോയ് ആമീനെ കുഞ്ഞുമായിട്ട് മുന്നോട്ട് വരാമോ? എല്ലാ കണ്ണുകളും അടച്ച് ഒരു നിമിഷം ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാണ്. പ്രിയപ്പെട്ടവരെ, ഇവരൊന്ന് അനുഗ്രഹിച്ച ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കുക. ദൈവത്താൽ ഇവർ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവസന്നിധിയിൽ ആമേൻ നമുക്ക് ദൈവസന്നിധിയിലേക്ക് കണ്ണുകളെ അടച്ചു നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നിങ്ങളുടെ കരം ഇവരിലേക്കൊന്ന് നീട്ടി ഇവരൊന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചാണ്. പ്രിയപ്പെട്ടവരെ, എത്ര അനുഗ്രഹമായ സമയമാണത്, എത്ര അനുഗ്രഹമായ സമയമാണത്. എല്ലാ പ്രിയപ്പെട്ടവർ ഇവരൊന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചാണ്. ഈ സമയം ആരും വർദ്ധിക്കാതെ എല്ലാവരും ഇവരൊന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചാണ്. ഹല്ലേലൂയ. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം യേശുവേ, സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം യേശുവേ, ഞാൻ കീഴത്തോ ചേർന്ന് കൂരിരുൾ എന്നെ വരപിടിച്ചു. ആഴിയാഴത്തിൽ ഞാൻ കീഴത്തോ കൂരിരുൾ എന്നെ വരപിടിച്ചു. താതൻ തിരുക്കാരം തിരുക്കാരം തേടിയെത്തി തന്റെ മാർവോട് ചേർത്തടച്ചു. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം യേശുവേ, സർവ സർവദാനങ്ങൾക്കും ഉറവിടമാം യേശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു. ദിനവും പരനേ നന്ദി. അങ്ങേ എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദൈവസന്നിധിയിലേക്ക് അടയ്ക്കും. ഇന്ന് പകൽ നാം നിൽക്കുന്നത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയുടെ മുമ്പിലാണ്. സ്വർഗം തുറന്നു വരിക. സ്വർഗം തുറന്നു വരിക. സ്വർഗം തുറന്നു വരിക. ഒരു തലമുറയെ ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിച്ച് സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്ന ദിവസമാണ്. സ്വർഗത്തിന്റെ ദൈവത്തിന്റെ നിറഞ്ഞ സാന്നിധ്യം ഈ ഹോളിനകത്ത്, രഹോബോത്ത് ദൈവസഭയ്ക്കകത്ത് നിറഞ്ഞ ദൈവസാന്നിധ്യം ഇറങ്ങി നിൽക്കുന്ന സമയത്ത്
നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കണ്ണുകളെ അടച്ച് നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. സ്വർഗം തന്നെ സിംഹാസനം, ആവേ ഭൂമി തന്റെ പാദപിടമാകിയാൽ ആ പാദപിടത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുന്നു. അവിടുത്തെ നിത്യമായ സ്നേഹത്താൽ ഞങ്ങൾ നടത്തണമേ. ഞങ്ങൾ ഒരുമിച്ച് കണ്ണുകളെ അടച്ച ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. മഹത്വമരങ്ങളും യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ഒരു നിമിഷം ആ ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ഞാൻ ആ കുഞ്ഞിനെ എന്റെ കരങ്ങളിലേക്ക് ഞാൻ കൈമാറുകയാണ്. ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാമല്ലോ. എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം ഈ കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ നിറഞ്ഞ സാന്നിധ്യം ഈ കുഞ്ഞിന്റെ ശരീരത്തിലേക്ക്, ദൈവത്തിന്റെ നിറഞ്ഞ സാന്നിധ്യം ഈ കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് സ്വർഗം ഇറങ്ങി വരുന്ന പകലാണ്. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഇന്ന് നമ്മെ തൊട്ട സൗഖ്യമാക്കട്ടെ. ഈ തലമുറ ഒന്ന് അനുഗ്രഹിച്ച് ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും അത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ദൈവമേ, സ്വർഗപിതാവേ, ഈ കുഞ്ഞിനെ ദൈവസന്നിധിയിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ ഈ തലമുറ ദൈവസന്നിധിയിലേക്ക് അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവർ വളർന്നു വരുന്നവരും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ള കുഞ്ഞായി അനുഗ്രഹിക്കപ്പെട്ട തലമുറയായി തീരുവാൻ നിന്റെ കരത്തിൽ കൈമാറി അങ്ങയുടെ നാമം ചൊല്ലി ഞാൻ ഈ കുഞ്ഞിനെ നിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ തലമുറ അനുഗ്രഹമായിട്ട് മാറട്ടെ എന്ന് ദൈവസന്നിധിയിലേക്ക് ഞാൻ പ്രാർത്ഥിച്ച് മാതാപിതാക്കന്മാരുടെ കയ്യിലേക്ക് ഞാൻ കൈമാറുന്ന കർത്താവേ. ദൈവം കൊടുത്ത തലമുറ, അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന തലമുറയ്ക്ക് അവര് പേരിട്ടിരിക്കുന്നു എൽവിന ബി ബിനോയ്. ആ തലമുറയെ ഒന്ന് ചേർന്ന് നമുക്ക് അനുഗ്രഹിക്കാം. ദൈവത്താൽ ഈ പേരിനാൽ ഇന്ന് മുതൽ ഈ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. ഞാൻ ഈ തലമുറയെ, മാതാപിതാക്കന്മാരെ ദൈവസന്നിധിയിൽ ഈ നിമിഷം ഞാൻ അനുഗ്രഹിക്കുന്നു. അവർ കുഞ്ഞുങ്ങളുമായിട്ട് മുന്നോട്ട് നീങ്ങിക്കാമോ? മുന്നോട്ട് നീക്കി വെക്കാമോ? ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ചാട്ട് ഇവരെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ജീസസ്. ആഴിയാഴപ്പിൻ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മാറാ പിടിച്ചു. ആഴിയാഴപ്പിൻ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മാറാ പിടിച്ചു. എന്നറിയപ്പെടും. ഇവൾ ഈ മാതാപിതാക്കന്മാർക്ക്, ദൈവസഭയ്ക്ക് ഇവളായിരിക്കുന്നിടത്ത് ഇന്ന് മുതൽ ഈ കുഞ്ഞ് സർവശക്തനായ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് ഒരു ദൈവത്തിന്റെ അംശത്തിൽ എന്ന നിലയിൽ ഞാൻ ആത്മാവിൽ ദൈവസഭയുടെ നടുവിൽ പറയുന്നു. ഇന്ന് മുതൽ ഈ കുഞ്ഞ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട തലമുറയാകും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞാൻ ഈ മാതാപിതാക്കന്മാരെ നിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് കൊടുത്ത തലമുറകൾക്കായി ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ തലമുറകളെ രണ്ടുപേരെയും അനുഗ്രഹിച്ച് പക്വതയിലും വിവേകത്തിലും ദൈവകൃപയിലും ഈ തലമുറയെ വളർത്തുവാൻ മാതാപിതാക്കന്മാർക്ക് ദൈവ ഭാഗ്യം കൊടുക്കണമേ. ഇവർ വളർന്ന് ദൈവത്തിന് പ്രയോജനമുള്ള കുഞ്ഞുങ്ങളാക്കി തീർക്കണമേ. യാതൊരു വിധമായ ബുദ്ധിമുട്ടോ പ്രയാസം വരാതെ ഇവരെ അങ്ങയുടെ നാമം ചൊല്ലി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇവരെ ഞാൻ ദൈവസന്നിധിയിലേക്ക് കുടുംബമായിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സർവകൃപാലുമായ ദൈവത്താൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. സൈന്യങ്ങളുടെ ഹോവേ, തിരുനിവാസം അത്ര മനോഹരം. എന്റെ ഉളവഹോവനെ പ്രാകാരങ്ങളെ വാദിച്ചു പോകുന്നു. അതേ തിരുനിവാസത്തിന്റെ മുമ്പിൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവസഭയായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ
പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ ഇവരെ ക്രിസ്തുയേശുവിൽ വേർതിരിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവൻ അങ്ങേക്ക് അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവിനാൽ ഇവരെ മാനിക്കപ്പെടും. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ സ്വസ്ഥാനങ്ങളിൽ പോയിരിക്കുക.